ഹായ് ഗായ്സ്. അപ്പോൾ അങ്ങനെ വണങ്ങാൻ സിനിമ, അതായത് ഈ കഴിഞ്ഞ വർഷം തോന്നുന്നത് തിയേറ്ററിൽ ഇറങ്ങിയ സിനിമയാണ്. ഇത് ഇവിടെ ഒന്നും ഉണ്ടായില്ല, പോയി കാണണം എന്ന് വിചാരിച്ച സിനിമയാണ്. കാരണം നമ്മുടെ സൂര്യയും ബാലയും കൂടി ചേർന്ന് വേണ്ടാന്ന് വെച്ച സിനിമയായിരുന്നു, സൂര്യനെ ഒഴിവാക്കിയ സിനിമയായിരുന്നു. അപ്പോൾ അതെന്താ ശരി, ആ ടൈമിൽ ഭയങ്കര വിഷമമായിരുന്നു ഈ സിനിമ ഒഴിവാക്കിയപ്പോൾ. അതായത് ഇവർ വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ചിട്ട് ഇത് വേണ്ടാന്ന് വെച്ചാൽ എന്തിനാണ്. അതായത് സൂര്യയുടെ ഒരു ബാക്ക് ഭാഗം നിന്നിട്ടുള്ളൊരു ഫോട്ടോ കണ്ടപ്പോൾ ഭയങ്കര ഫീലായിരുന്നു ആ സാധനം കണ്ടപ്പോൾ. അതുപോലെ തന്നെ ഒരു പോസ്റ്ററൊക്കെ ഇറങ്ങിയപ്പോൾ ഭയങ്കര ഇതായിരുന്നു. ഇതെന്തിനാണ് സൂര്യനെ വേണ്ടാന്ന് വെച്ചെന്ന് വരെ തോന്നി. പിന്നെ പുള്ളി പറഞ്ഞ സൂര്യനെ ഒഴിവാക്കിയത് സൂര്യക്ക് ചിലപ്പോൾ കൂവലൊക്കെ കിട്ടാൻ, അല്ലെങ്കിൽ ഇത്ര നേരം കൈയടിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ സൂര്യനെ കൂവാനൊക്കെ ചാൻസ് ഉണ്ട്, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് വേണ്ടെന്ന് വെച്ചാൽ. അപ്പോൾ എന്നാലും എന്തിനാണ് ഈ കങ്കുവയ്ക്ക് വരെ ഇതൊക്കെ അഭിനയിച്ച പോരെയെന്ന് ഞാൻ വരെ വിചാരിച്ചു പോയി. അപ്പോൾ പ്രൈമിൽ ഈ അടുത്ത് ഇന്നലെ ഞാൻ കണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ അത് ഇരുന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സംഭവം മാറ്റിയത് എന്തായാലും നന്നായിരുന്നു സൂര്യ. അതായത് ബാലയും സൂര്യ കൂടെ ചേർന്ന് വേണ്ടാന്ന് വെച്ചാൽ എന്തായാലും നന്നായെന്ന് തോന്നി. അത് വേറെ ഒന്നല്ല, ഇത് സൂര്യക്ക് കൊടുത്ത അതായത് അരുൺ വിജയാണ് സൂര്യക്ക് വരാം. അപ്പോൾ സൂര്യ ചെയ്തെനിക്ക് ഒരു പ്രത്യേക രസം ഉണ്ടായിരുന്നു ശരിക്കും. ആ കണ്ണുകൊണ്ടൊക്കെ കാണിക്കുന്ന രീതി അതൊക്കെ പുള്ളി ഗംഭീര. ചില സീനൊക്കെ ഇത് പുള്ളിയായിരുന്നെങ്കിൽ ഇത്തിരി അത് ഗംഭീരമായിക്കാനെ. അരുൺ വിജയ് മോശമെന്നല്ല കേട്ടോ, പുള്ളി നല്ലോണം ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ സൂര്യ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ ചെയ്യാൻ വയ്ക്കാറില്ലേ, അങ്ങനെ ആയേനെ. അതായത് സിനിമ എനിക്ക് തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഈ നമ്മുടെ വെട്രിമാറിൻ്റെ പടം പോലെയല്ല. അത് വെട്രിമാറിന് ഇപ്പോഴും ചെയ്യുമ്പോൾ ആ ഒരു സെറ്റപ്പ് ഉണ്ട്. അതായത് ഇപ്പോഴത്തെ ആൾക്കാർക്ക് കൂടി ഇഷ്ടപ്പെടാനുള്ള രീതി അതുകൂടി നോക്കി. അതായത് എങ്ങനെ വരും വെട്രിമാറിൻ്റെ പടം ഇഷ്ടം, ബാലയുടെ പടം ഞാൻ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പുള്ളി ആ ഒരു പഴയ ഒരു ഇത് തന്നെയാണ് ഇപ്പോഴും എടുത്ത് ചെയ്തുകൊണ്ടിരിക്കണം എനിക്ക് തോന്നിക്കൊണ്ടിരുന്നത്. അതായത് ദഹിക്കണില്ല, അതായത് ഒരു ഭാഗം ദഹിക്കണില്ല. എനിക്ക് തീരെ പിടിച്ചില്ല സത്യമായിട്ടും. എനിക്ക് സിനിമ തീരെ പിടിച്ചില്ല. അതായത് ഞാൻ സിനിമ കണ്ടിട്ട് എനിക്ക് ഒരു ഫീലോ ഒരു വിഷമം ഒരു ദുഃഖം ഒന്നും തോന്നില്ല. ഒരു ക്യാരക്ടറിനോട് പോലും എനിക്കൊന്നും തോന്നിക്കുന്നില്ല. നമ്മൾ ട്രെയിലർ കണ്ട പോലെയല്ല. അതായത് മറ്റേ പിതാമംഗലത്തെ വിക്രമില്ലേ, അതിൻ്റെ പോലെ അതുപോലെ വരുമല്ല. അതായത് മിണ്ടാൻ പറ്റാത്ത ഒരാളാണ്, മിണ്ടാൻ അങ്ങനെ കേൾക്കാൻ അങ്ങനത്തെ ഒന്നും പറ്റാത്ത അങ്ങോട്ട് ആളാണ്. അപ്പോൾ ആ ആൾക്ക് ഒരു അനിയത്തി ഉണ്ട്, പിന്നെ പുള്ളിയുടെ ഒപ്പം പുറകെ നടക്കുന്ന ഒരു പെണ്ണുണ്ട്. അതായത് മറ്റേ പിതാമംഗലം സൂര്യയുടെ ഒപ്പം നടക്കുന്ന പോലെ അതേ രീതി പോലെ. അതായത് ഇവരെ തല്ലി പിടിക്കുക അങ്ങോട്ട് ഇങ്ങോട്ട്. അതിനകത്തൊക്കെ നല്ല രസമാണ്. ഇതിനകത്ത് രസമില്ല എന്നല്ല, പക്ഷേ ഇത് പഴഞ്ചനായി സംഭവം. പുള്ളി അതിനടുത്ത് വീണ്ടും ചെയ്യുക. പിന്നെ ആ ഫൈറ്റ്, അതായത് അതിനകത്ത് പിതാമംഗലിൽ മറ്റേ വിക്രമിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് പുള്ളി ഇങ്ങനെ പെരുമാറണേന്നൊക്കെ. ഇതിനകത്ത് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ പുള്ളി ഭയങ്കര ഇമോഷണലാണ്. അതായത് കുറച്ച് പെൺപിള്ളേർക്ക് വേണ്ടിയിട്ടാണ് ഒരു വലിയ കൊലപാതകമൊക്കെ നടത്തുന്നത്. അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്തിനാണിത് ഇപ്പോൾ ഇങ്ങനെ, പുള്ളി എന്താണ് ഇത്രയും ഇതാവണേ. അതായത് പുള്ളിയുടെ ഒരു ബാക്ക് സ്റ്റോറി കാണിക്കുന്നുണ്ട്. അതായത് അത് പറഞ്ഞ് കാണാത്തവരെനിക്ക് കാണാം. അതായത് ആ ബാക്ക് സ്റ്റോറിയിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെയാണ് അനിയത്തി ആയിരുന്നെ കാണിക്കുന്നത്. ഇത് സുനാമിയിലൊക്കെ പോയി പിന്നെ ഏതൊരു കൊച്ചിനായിട്ട് അവൻ അനിയത്തിയായിട്ട് നോക്കണം. അതൊക്കെ ഉള്ളൂ. അതുപോലും അത്ര ഇമ്പാക്റ്റ് പോലും തോന്നിക്കില്ല. അത്രയേ ഉള്ളൂ. അങ്ങനത്തെ ഒരാൾ അത്ര നടന്നിട്ടുള്ളൂ പുള്ളിയുടെ ജീവിതത്തിൽ. അത് അനിയത്തി ഇവരുടെ ഭയങ്കര ജീവനാണ്, ഭയങ്കര സ്നേഹമുള്ളതാണ്. പെൺകുട്ടികളൊക്കെ ഭയങ്കര ഇതായിട്ട് നോക്കണത് ഫീൽഡൊക്കെ ആളെന്നൊക്കെ കാണിക്കണേ. പക്ഷേ സ്വന്തം ലൈനായിട്ട് കുറേ ഇടിക്കും തല്ലും തൊഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് എന്തോ ഒരു ഇത് മിസ്റ്റേക്ക്. എനിക്ക് മൊത്തത്തിൽ എന്തോ പിടിച്ചില്ല സിനിമ ശരിക്കും പറഞ്ഞത്. അതായത് കുറേ വർഷമായി സിനിമ എടുത്ത് അപ്പം ഒരെണ്ണെടുത്ത് ഇറക്കി ഇടാന്ന് വെച്ചിട്ട് ചെയ്ത പോലെ എനിക്ക് തന്നെ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും, അയ്യോ ഇത് സൂര്യ ചെയ്ത സിനിമ എഴുതിയും പോയി ഇതൊക്കെ ഇറക്കി. എന്തായാലും ഞാൻ സൂര്യൻ ഇത്ര നാളെ കൊണ്ടുവന്നിട്ട് ഈ റോളക്സ് കഴിഞ്ഞ ടൈമിലാണ് പുള്ളി തന്നെ ഇതാക്കി. എനിക്ക് തന്നെ ഈ കങ്കു ഇറങ്ങി സ്ലോപ്പായി. അത് കഴിഞ്ഞിട്ടാണ് ഈ സിനിമയ്ക്ക് ഇറങ്ങിയത്. അപ്പോൾ ഈ സിനിമ ഇറങ്ങാണ്ടിരുന്ന് നന്നായി, മാറ്റി നന്നായി, നല്ലതായി തോന്നി. കാരണം സൂര്യക്ക് ഭയങ്കര മോശമായി പോയത്. മോശമെന്ന് വെച്ചാൽ ഒന്നുമില്ല, പുള്ളിക്ക് ഒരു വേറെ സ്ലോപ്പ് മൂവി എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിടായിരുന്നു. സത്യം അങ്ങനെ ചെയ്യാണ്ട് നന്നായി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് സിനിമ ഒന്നുമില്ല, അതാണ് കുഴപ്പം. എനിക്ക് ഒരു ഫീൽ തോന്നിയില്ല. എന്തിനോ വേണ്ടി പാട്ട്, അതായത് അയ്യോ, അതായത് ഒന്നുമില്ല. എന്താ പറയാനാണ്,
നിങ്ങൾ കണ്ടു നോക്കിയിട്ട് എന്താ അഭിപ്രായം എന്ന് പറയാം. അതായത് നമുക്ക് ശരിക്കും ഒരു സൂര്യ ഫാൻസുകാർക്ക് എന്തൊക്കെ പറഞ്ഞാലും ഇത് കണ്ടപ്പോൾ സന്തോഷമായിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കങ്കുവ സ്ലോപ്പായി നിൽക്കുന്ന ടൈമിൽ കങ്കുവൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഇത് ഇറങ്ങിയത്. കഴിഞ്ഞ വർഷം എനിക്കറിയില്ല.